സ്കിൽ കോൺടെസ്റ്റ് വിജയിച്ച് വന്നിട്ടുള്ള സജിത്തിന്റെയും അതുപോലെ തന്നെ വിഷ്ണുവിന്റെയും എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. ഇവരുടെ കൂടെ ഈ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ ഉള്ളത് EVM ഗ്രൂപ്പിന്റെ CHR ആയിട്ടുള്ള അഖിൽ സാർ ഉണ്ട്. സർ വെൽക്കം. അതുപോലെ സ്കോഡയുടെ HR ഹെഡ് ആയിട്ടുള്ള ആനന്ദ് ഉണ്ട്. ആനന്ദിനും വെൽക്കം. അനൂപ് നമ്മുടെ ആക്സസറീസ് EVM ഗ്രൂപ്പിന്റെ ആക്സസറീസ് സോണൽ ഹെഡ് ആയിട്ടുള്ള അനൂപ് ഉണ്ട്. വെൽക്കം അനൂപ്. ആൻഡ് രഞ്ജിത്ത് നമ്മുടെ ഈ ഒരു സ്കിൽ കോൺടെസ്റ്റിലെ നെടുന്തൂണാന്ന് തന്നെ പറയാം, നമ്മുടെ ട്രെയിനിങ് ഹെഡാണ് സ്കോഡയുടെ. രഞ്ജിത്തിനും വെൽക്കം. ദെൻ ജെയ്ഫർ, എല്ലാവർക്കും അറിയാം നമ്മുടെ സ്കോഡയുടെ സോണൽ ഹെഡ് ആയിട്ടുള്ള ജെയ്ഫർ ഉണ്ട്. ജെയ്ഫർ പ്ലീസ് വെൽക്കം. ദെൻ ഇവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും കൊടുത്തിട്ടുള്ള നമ്മുടെ സർവീസ് മാനേജറുള്ള നിതീഷ് ഉണ്ട്. സോ എല്ലാവർക്കും ഈ ഒരു ചർച്ചയിലേക്ക് സ്വാഗതം. അഖിൽ സാറേ, ശരിക്കും പറഞ്ഞാൽ ഒരു സ്കിൽ കോൺടെസ്റ്റ്, ഈ സ്കിൽ കോൺടെസ്റ്റിൽ സാറിൻ്റെ ഒരു എംപ്ലോയി വിജയിക്കുക എന്ന് പറയുന്നത് HR ടീമിനും കൂടി വളരെയധികം ഭയങ്കര പ്രൗഡായിട്ടുള്ളൊരു മൊമെന്റ് അല്ലേ? സാർ എങ്ങനെയാണ് ഈ ഒരു വിജയത്തിന് ശരിക്കും നോക്കി കാണുന്നത്? ഇത് EVM-നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈച്ച് ഡേ ഈസ് അവർ ട്രെയിനിങ് ഡേ. അങ്ങനെയാണ് നമ്മളുടെ ടാഗ് ലൈൻ തന്നെ പറയുന്നത്. നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ വി ആർ നോട്ട് പ്രൊവൈഡിങ് ദ ജോബ്, വി ആർ പ്രൊവൈഡിങ് ദ കരിയർ. നമുക്ക് കൃത്യമായിട്ട് തന്നെ ഒരു കരിയർ പാത്ത് നമ്മളുടെ ഓർഗനൈസേഷനിൽ ഹൈറാർക്കി നോക്കി നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഏത് ഇവിടുത്തെ സീനിയർ ലെവലിലിരിക്കുന്ന, ഇപ്പോൾ അത് ഫിനാൻസ് ആയിക്കോട്ടെ, സർവീസ് ആയിക്കോട്ടെ, സെയിൽസ് ആയിക്കോട്ടെ, ഏത് സീനിയർ ലെവലിലിരിക്കുന്ന ആൾക്കാരുടെയും ബാക്ക്ഗ്രൗണ്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു ആവറേജ് ടെന്യൂർ എന്ന് പറയുന്നത് EVM-നകത്ത് ഒരു 10 years ആണ്. അത് തന്നെയാണ് ഈ കമ്പനിയുടെ ഒരു വിജയം. നമ്മളുടെ ഫ്യൂച്ചർ ഈസ് അവർ ബിസിനസ് എന്ന് പറയുന്ന ആ ഒരു ബിസിനസ് മോട്ടീവ്, അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു വിഷൻ, മാനേജിംഗ് ഡയറക്ടറുടെ വിഷൻ അച്ചീവ് ചെയ്യുന്നത് ഈ പറയുന്ന സ്കിൽ എൻഹാൻസ്മെന്റ് പ്രോഗ്രാമിൽ കൂടെയാണ്. അതിന്റെ ഭാഗമായിട്ട് OEM നടത്തുന്ന ഒരു സ്കിൽ എൻഹാൻസ്മെന്റ് പ്രോഗ്രാം ആണ് ഈ നാഷണൽ ലെവലിലുള്ള സ്കിൽ കോൺടെസ്റ്റുകൾ. അതിനെ സപ്പോർട്ടീവായിട്ട് നമുക്ക് ഇപ്പോൾ അർജുനെ പോലെ തന്നെയുള്ള ട്രെയിനേഴ്സ് ഓരോ ബ്രാഞ്ചിലും നമുക്കുണ്ട്. എംപ്ലോയീസിന്റെ സ്കിൽ എൻഹാൻസ്മെന്റിനും അവരുടെ ഡെവലപ്മെന്റിനും ലേണിംഗ് ആൻഡ് ഡെവലപ്മെന്റിനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. EVM ഗ്രൂപ്പിന്റെ എല്ലാ ബ്രാൻഡുകളിലും, ഇപ്പോൾ അത് MG ആയിക്കോട്ടെ, ഫോക്സ് വാഗൺ ആയിക്കോട്ടെ, നിസാൻ ആയിക്കോട്ടെ, ഇപ്പോൾ സ്കോഡയിൽ എത്തി നിൽക്കുന്നു. എല്ലാ ബ്രാഞ്ചിലും എല്ലാ OEM സൈഡിൽ നിന്നുമുള്ള സ്കിൽ കോൺടെസ്റ്റുകൾ അവരുടെ സെൽഫ് ഇനീഷ്യേറ്റീവ് നടത്തുന്നുണ്ട്. അതിനകത്ത് ശരിക്കും ഈ ഒരു സ്കിൽ കോൺടെസ്റ്റിന് ഉള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നുണ്ടെങ്കിൽ, ഞാനിപ്പോ അത് ബാക്ക്ഗ്രൗണ്ട് ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത്. 2021 750 പേരായിരുന്നു ഇതിന്റെ ടോട്ടൽ പാർട്ടിസിപ്പൻസ്, സ്കോഡയുടെ മൊത്തം നാഷണൽ ലെവലിൽ. 2022 ആയപ്പോൾ അത് 1100ഓളം പാർട്ടിസിപ്പൻസ് ആയി കൂടി. ഈ ഒരു വർഷം 2023 സ്കിൽ കോൺടെസ്റ്റിന്റെ വിന്നേഴ്സ് ആണ് അവർ. ഈ 2023 ടോട്ടൽ പാർട്ടിസിപ്പൻസ് 1600 അതിനകത്തുനിന്നാണ് ഈ പറയുന്ന വിന്നേഴ്സിനെ സെലക്ട് ചെയ്തേക്കുന്നത്. 5 കാറ്റഗറി ഓഫ് അവാർഡ്സ് ആണ് ഉള്ളത്. ആ 5 കാറ്റഗറി ഓഫ് അവാർഡ്സിൽ ഓരോ കാറ്റഗറിയിലും 10 പേര് വെച്ചിട്ടാണ് ഫൈനൽ റൗണ്ടിലോട്ട് എത്തിയിട്ടുള്ളത്. അപ്പൊ അതൊരു ചെറിയൊരു സംഭവമല്ല, ഒരു വലിയ കാര്യം തന്നെയാണ്. അതിനകത്ത് അവരുടെ സ്ട്രഗിള്, അതിനോടൊപ്പം തന്നെ നമ്മളുടെ ഇന്റേണൽ ട്രെയിനേഴ്സിന്റെ സ്ട്രഗിള് നന്നായിട്ടുണ്ട്. പിന്നെ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ നമുക്ക് ഇവിടെയുള്ള ഒരു PMS പെർഫോമൻസ് മാനേജ്മെന്റ് സിസ്റ്റം അനുസരിച്ച് ഓരോ എംപ്ലോയിയുടെയും സ്കിൽ മെട്രിക്സ് നമ്മൾ സെപ്പറേറ്റ്ലി മാപ്പ് ചെയ്ത് ഏത് ഏരിയയിലാണ് ഒരു വീക്ക് ആയിട്ടുള്ളത് ആ വീക്കസ്റ്റ് ഏരിയ ഐഡന്റിഫൈ ചെയ്ത് അതിന് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു പാറ്റേൺ ആണ് നമ്മളിവിടെ ഫോളോ ചെയ്തത്. അപ്പോൾ ആ ഏരിയയിൽ നമ്മൾ ട്രെയിനിങ് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർക്ക് അവരുടേതായ ഗ്യാപ്പ് ഐഡന്റിഫൈ ചെയ്യാനും ആ ഗ്യാപ്പ് ഫുൾഫിൽ ചെയ്യാനുള്ള ഒരു മെക്കാനിസം അവരുടെ ഉള്ളിൽ നിന്ന് തന്നെ വരികയും അതിന് അവർ തന്നെ സെൽഫ് ഇനീഷ്യേറ്റീവ് എടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതിന്റെ ഒരു ഫൈനൽ ഔട്ട്കം ആണ് ഈ പറയുന്ന രീതിയിലുള്ള നമ്മൾ നാഷണൽ ലെവലിൽ കോമ്പീറ്റ് ചെയ്യാനും, അതും എസ്പെഷ്യലി നോർത്ത് സൈഡിലുള്ള ആൾക്കാരായിട്ട് കോമ്പീറ്റ് ചെയ്ത് പിടിച്ചു നിന്ന് വിന്നേഴ്സ് ആവാനുമുള്ള ഒരു ഇന്റേണൽ മോട്ടിവേഷൻ അവർക്ക് ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഇതിനൊക്കെ നല്ല സപ്പോർട്ട് ഉണ്ടെന്നാണ്. തീർച്ചയായിട്ടും മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് വളരെയധികം സപ്പോർട്ട് ഉണ്ട്. നമ്മളുടെ ടോട്ടൽ ഗ്രൂപ്പിലെ ട്രെയിനേഴ്സിന്റെ കൗണ്ട് എടുത്ത് നോക്കിയാൽ തന്നെ എനിക്ക് തോന്നുന്നു 35+ ട്രെയിനേഴ്സ് നമുക്ക് ടോട്ടൽ ഗ്രൂപ്പിൽ നമുക്കുണ്ട്. ഓരോ ബ്രാൻഡിനും ചിലപ്പോ സോണൽ വൈസ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് ട്രെയിനേഴ്സ് ഉണ്ട്, ഓരോ ക്ലസ്റ്ററുകളിലായിട്ട് നമുക്ക് ട്രെയിനേഴ്സ് ഉണ്ട്. ഏതെങ്കിലും ഏരിയയിൽ അവർ ലാക്ക് ചെയ്യുന്നുണ്ട് എങ്കിൽ അത് നമുക്ക് അവിടെ ഹെഡ് ഓഫീസിൽ നിന്ന് ഒരു ട്രാക്ക് ചെയ്യാനുള്ള മെക്കാനിസം ഉണ്ട്. ട്രാഫിക് ലൈറ്റ് പെർഫോമൻസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് അത് എംപ്ലോയീസിന്റെ പെർഫോമൻസിന് നമ്മൾ ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, ബ്ലാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്യും. അതിനകത്ത് ഈ ബ്ലാക്കിലും ഓറഞ്ചിലൊക്കെ പെടുന്ന ആൾക്കാരെ നമ്മൾ സ്പെഷ്യലി നമ്മൾ ട്രെയിൻ ചെയ്യും.
ശരിക്കും പറഞ്ഞാൽ EVM-ൽ ഒരു ആള് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ കരിയർ അയാൾക്ക് വളരെ മനോഹരമായിട്ട് കൊണ്ട് നടക്കാൻ പറ്റും. വളരെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. എംപ്ലോയീസിന് അത് കൃത്യമായിട്ട് വ്യൂ ചെയ്യാൻ പറ്റും. ഇതിനകത്തൊരു ബയാസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഒന്നും വരുന്നില്ല. അവരുടെ ഏരിയാസ് ഓഫ് ഇംപ്രൂവ്മെന്റ് അവർക്ക് തന്നെ മനസ്സിലാവുന്നു, അവർ തന്നെ അത് ഐഡന്റിഫൈ ചെയ്യുന്നു. അതിന് വേണ്ട ട്രെയിനിങ്സും കാര്യങ്ങളും നമ്മൾ ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ. ഇനി ഇപ്പൊ മാനേജ്മെന്റ് സൈഡിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് നമ്മുടെ MD അങ്ങനെയൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെയൊക്കെ ഭാഗത്തു നിന്നുള്ള ഇതിനുള്ള റിയാക്ഷൻ? തീർച്ചയായിട്ടും. കാരണം ഇതിനകത്ത് എന്താ പറയാ, ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹെൽപ്പിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് സാബു സാറിന്റെ തന്നെ എന്താ പറയാ ഒരു ഡ്രീം തന്നെയാണ് ഈ പറയുന്ന ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ലേണിംഗ് ആൻഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് എക്സ്പാൻഡ് ചെയ്യാന്നുള്ളത്. തീർച്ചയായിട്ടും സാബു സാറിന്റെ വളരെയധികം സപ്പോർട്ട് ഉണ്ട് ഈ കാര്യത്തിൽ. ഇന്ന് സാറ് ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ്, ലൈക്ക് പുള്ളി ഔട്ട് ഓഫ് ടൗൺ ആണ്, പുള്ളി അബ്രോഡാണ്. അതുകൊണ്ട് മാത്രമാണ് ഈ പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാതിരുന്നത്. അതല്ലെങ്കിൽ നമ്മുടെ എല്ലാ പ്രോഗ്രാംസിലും MD-യുടെ പാർട്ടിസിപ്പേഷൻ നിങ്ങൾക്ക് കാണാവുന്നതാണ്, ഏത് പ്രോഗ്രാം എടുത്ത് നോക്കിയാലും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പ് CEO ഷാജി വാമദേവൻ സാർ, പുള്ളിയുടെ ആണെങ്കിലും സപ്പോർട്ട് കാര്യമായിട്ടുണ്ട്. പിന്നെ കോർപ്പറേറ്റ് ഓഫീസിൽ എല്ലാം, ഞാൻ പേരെടുത്ത് പറയുമ്പോൾ ഒരുപാട് പേരുണ്ട്. ഏത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണെങ്കിലും ഇതിന് ഭയങ്കര പ്രൊയാക്റ്റീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് സീനിയർ ലെവലിൽ നിന്ന്. ഗ്രേറ്റ്. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. താങ്കളുടെ ഈ ഒരു വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് ഇതിനു വേണ്ടി തന്നതിന് താങ്ക് യു സോ മച്ച്. ഇനി നമ്മുടെ ഗ്രൂപ്പിന്റെ സ്കോഡയുടെ HR ആയിട്ടുള്ള നമ്മുടെ ആനന്ദ് സാർ, എന്താണ് ആനന്ദ് സാറിന്റെ എംപ്ലോയീസ് ഇത് ഭയങ്കര മീൻ ചെയ്ത് ഭയങ്കര ആഘോഷമൊക്കെ ആയിരുന്നു അല്ലേ? ചെണ്ട, പടക്കം, എങ്ങനെയായിരുന്നു സാർ ഇതിനെ കാണുന്നത്? ഭയങ്കര സന്തോഷമുണ്ട് നമുക്ക്. നമ്മുടെ അതായത് കൊച്ചിയിൽ നിന്ന് തന്നെ എന്ന് പറയുമ്പോൾ എൻ്റെ ബ്രാഞ്ചിൽ നിന്ന് തന്നെ വരുമ്പോൾ നമുക്ക് കൂടുതൽ സന്തോഷമുണ്ട്. കാരണം ഇപ്പോൾ സ്കോഡ ഒരു 17 സ്റ്റേറ്റിൽ ഉണ്ട് നമുക്ക് സ്കോഡയുടെ സർവീസ് സെൻറ്റേഴ്സ്. അതിനകത്ത് ഈ 17 സർവീസ് സെൻറ്റേഴ്സിൽ തന്നെ 17 ലൊക്കേഷനിൽ തന്നെ ഏകദേശം 90ഓളം സർവീസ് സെൻറ്റേഴ്സ് ഉണ്ട്. 1400ഓളം അല്ലെങ്കിൽ 1500ഓളം പേര് മാറ്റിവെച്ചത്. അതിൽ നിന്നാണ് നമുക്ക് ഈ 2 വിന്നേഴ്സ് കിട്ടിയത്. അപ്പൊ അതില് നമ്മൾ ഭയങ്കരമായിട്ട് അഭിമാനിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടായിരിക്കും ചെണ്ട, പടക്കം അല്ലേ? അതെ, അടിപൊളി, സൂപ്പർ. എന്തായാലും താങ്ക് യു സോ മച്ച്. ഇനി നമ്മുടെ എന്താണ് പറയുക, ട്രെയിനർ, ഈ ഒരു എല്ലാവരും ഇപ്പോൾ അഖിൽച്ചാരായാലും അല്ലെങ്കിൽ അവർ നമ്മുടെ വിന്നേഴ്സ് ആയാലും എല്ലാവരും പറഞ്ഞ ഒരു കാര്യമാണ് നമ്മുടെ ട്രെയിനറുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. രഞ്ജിത്തിന് എങ്ങനെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? സ്കോഡയിൽ പറഞ്ഞ പ്രോസസ് കാര്യങ്ങൾ ബേസിക്കായിട്ട് എല്ലാ ടെക്നീഷ്യനും കൃത്യമായി ഫോളോ അപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർക്ക് അവരുടെ വർക്കുകളിൽ കൃത്യമായി സ്കോഡെ പറഞ്ഞ എല്ലാ പ്രോസസ്സും അവർ ചെയ്തു പോകുന്നതുകൊണ്ട് തന്നെ അവരിപ്പോൾ അവിടെ എത്തിയപ്പോൾ എക്സാം ആയാലും ഇതുപോലെ ടാലൻറ്റിൽ പങ്കെടുക്കുമ്പോൾ അവർക്കിത് വളരെ സപ്പോർട്ടിംഗ് ആണെന്നാണ് അവരൊരു ഫീഡ്ബാക്ക് കിട്ടിയത്. നമ്മൾ എല്ലാ മന്തിലും TPI ചർച്ച എന്ന് പറഞ്ഞിട്ട് സ്കോഡ തരുന്ന കാര്യങ്ങൾ നമ്മൾ എല്ലാ ടെക്നീഷ്യനിലും ഒരു എക്സാം പോലെ അവരിൽ എത്തിക്കലുണ്ട്. അത് നമ്മൾ ചെയ്തത് ബേസിക്കായിട്ട് എല്ലാ ടെക്നീഷ്യനും പുതിയ പുതിയ അറിവുകൾ അവർക്ക് എല്ലാവർക്കും എത്തിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഗ്രേറ്റ്, അടിപൊളി. സോ അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവരൊക്കെ ഈ ഒരു ലെവലിലേക്ക് അവർക്ക് മോട്ടിവേറ്റ് ചെയ്ത് പോകാൻ പറ്റിയത് അല്ലേ? ശരിക്കും ഇവര് സെൽഫായി ഇവർക്ക് എല്ലാവർക്കും ഇപ്പോഴത്തെ പുതിയ ജനറേഷന് പഠിക്കാനുള്ള ആഗ്രഹവും അവർക്ക് നല്ലൊരു എയിമും ഉണ്ട് മുന്നിൽ. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ അവര് നമ്മുടെ അടുത്ത റിക്വസ്റ്റ് പോലെയും പുതിയ പുതിയ അവരെ വായിച്ച അറിവുകളും നമുക്ക് ഷെയർ ചെയ്യാറുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നമുക്കൊരു വലിയൊരു സപ്പോർട്ടിംഗ് ആണ്. ഇവർക്ക് പഠിക്കാനുള്ള ഏറ്റവും വലിയ ആഗ്രഹവും ഇവർക്ക് അതുപോലെ ടൈമും നമ്മുടെ EVM അവരെ സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. ഈ പുതിയ പുതിയ കാര്യങ്ങൾ വരുന്ന സമയത്ത് വീക്ക്ലി വൺസ് അവർക്ക് ഒരു 1 hour ക്ലാസ് പോലെ കൊടുക്കാൻ പോലും EVM മാനേജ്മെന്റ് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതെ അല്ലേ? ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു ആൻഡ് കൺഗ്രാറ്റുലേഷൻസ് ടു യു ഓൾസോ. ഇനി ഇതിലൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെക്കാട്ടിലൊക്കെ മുഖത്ത് ഏറ്റവും കൂടുതൽ സന്തോഷം കണ്ടത് സാറിനാണ് അല്ലേ? നമ്മുടെ സർവീസ് മാനേജർ സാറിന്റെ ഒരു എന്താണ് പറയുക, ആ ഒരു സപ്പോർട്ട് അത് വളരെ വലുതാണെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. സാറ് എങ്ങനെയാണ് ഇവരിലുള്ള ഈ ഒരു സ്കില്ല് സാറ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സാറിന്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെയാണ് ഇനീഷ്യേറ്റീവ്സ് എടുക്കാറ്? ആക്ച്വലി ആസ് എ സർവീസ് സൈഡ് എന്നുള്ളത് എനിക്ക് നിങ്ങൾ പറഞ്ഞ പോലെ ഏറ്റവും സന്തോഷം എനിക്ക് തന്നെയാണ്. അതെ, കാരണം സാറ് നേരത്തെ പറയുന്നത് കേട്ടു, ആ ഫോട്ടോ കണ്ട സമയത്ത് കണ്ണുവരെ നിറഞ്ഞു പോയി. എക്സൈറ്റഡ് ആയിരുന്നു, വളരെ എക്സൈറ്റഡ് ആയിരുന്നു. ഞാൻ വേറെ പല ഡീലേഴ്സിലും വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും EVM മാനേജ്മെന്റ് സൈഡിലുള്ള സപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മൾ ട്രെയിനിങ് ലെവൽ മീറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പൊ നമ്മുടെ ഇവിടെ നോക്കുകയാണെങ്കിൽ തന്നെ 2 DT, 2 മാസ്റ്റർ, 6 അഡ്വാൻസ്, 6 ബേസിക് ലെവൽ ടെക്നീഷ്യൻ ഓൾമോസ്റ്റ് എല്ലാം ഫിനിഷ് ആയി നിൽക്കുന്നവരെ. സോ അവരവരുടെ സ്കിൽ ലെവൽസ് അവർ ഇംപ്രൂവ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് EVM സൈഡിൽ നിന്ന് നന്നായിട്ട് കൊടുക്കുന്നുണ്ട്. അത് അവർ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്.
പ്രീവിയസ് സ്കിൽ കോൺടെസ്റ്റിലും നമുക്ക് മാസ്റ്റർ ടെക്നീഷ്യൻ നാഷണൽ റൗണ്ട് വരെ പോയതായിരുന്നു. സജിത്തും ഇത് തേർഡ് ടൈമാണ്. സോ ഫൈനലി അവർക്ക് മീറ്റ് ചെയ്തു. ഇത് പിൻ തലമുറകൾക്കും അതൊരു മോട്ടിവേഷൻ കൂടെയാണ്. ഇപ്പോൾ ഓൾറെഡി ഉള്ള ടെക്നീഷ്യൻസ് നെക്സ്റ്റ് ലെവലിലേക്ക് എത്താനും അവർക്കും അതൊരു മോട്ടിവേഷൻ പോലെയാണ്. അവരും അതിനെ ഭയങ്കരമായിട്ട് നല്ല രീതിയിലാണ് നോക്കിക്കാണുന്നത്. ആ ലെവലിൽ നോക്കുമ്പോൾ ആസ് എ സർവീസ് ആയിട്ട് എനിക്ക് വളരെ ഹാപ്പിയാണ്. അവരും എന്നേക്കാൾ കൂടുതൽ ഹാപ്പിയാണ്. അതെ, ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു സാർ എന്താണ് പറയുക, പാർട്സിന്റെ ഒരു ഇതിനകത്ത് പാർട്സ് ഹെഡ് ആയിട്ടാണ് ഇപ്പോൾ സജിത്ത് ഉള്ളത് അല്ലേ? എന്നാൽ ടോട്ടൽ 10 പേരിൽ 2 പേര് EVM എംപ്ലോയീസ് ആയിരുന്നു തോന്നുന്നു അല്ലെ ഫൈനൽ ലിസ്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. അതെ, ടോട്ടൽ ആക്ച്വലി നെക്സ്റ്റ് നമ്മൾ ഇവിടുന്ന് മൊത്തം 4 പേരാണ് പോയിട്ടുണ്ടായിരുന്നത്. ഒന്ന് സജിത്ത്, വിഷ്ണു, പിന്നെ അരുൺ, ഷിബിൻ. 4 പേരാണ് പോയിട്ടുണ്ടായിരുന്നത്. 2 പേര് വിന്നേഴ്സ് ലെവലിലെത്തി. ബട്ട് ഈ നാഷണൽ ലെവലിൽ എത്തുക എന്ന് പറയുന്നതും ചെറിയൊരു കാര്യമല്ല, അത് ഹ്യൂജ് ടാസ്ക് തന്നെയാണ്. അത്രയും 1400 പേര് ഇവര് റൗണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു. 3 ലെവൽ ഓഫ് റൗണ്ട് കഴിഞ്ഞിട്ടാണ് നാഷണൽ ലെവലിൽ എത്തുന്നത്. കൂടുതൽ നമുക്കും ഹാപ്പി വന്ന EVM എത്രയോ ബ്രാൻഡ്സ് ഉണ്ട്. ഈ എല്ലാ ബ്രാൻഡ്സിലും നമ്മുടെ പാർട്ടിസിപ്പൻസിന്റെ എണ്ണം കൂടുതലാണ്. വിന്നേഴ്സും അറ്റ്ലീസ്റ്റ് മിനിമം 1 എന്നുള്ളത് കാണാൻ പറ്റുക എന്നുള്ളത് തന്നെ നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അതെ, അപ്പം എന്തായാലും സാറിനും ഈ ഒരു വിജയത്തിൽ വളരെയധികം പങ്കുണ്ടെന്ന് തന്നെ നമുക്ക് എല്ലാവർക്കും പറയേണ്ടി വരും. കൺഗ്രാറ്റുലേഷൻസ് യു ടു സർ. ഇനി ഇതിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ മിസ്സായിരിക്കുന്ന അല്ലെങ്കിൽ നമ്മളിന്ന് ഇവിടെ ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ച 2 പേര് കൂടി ഉണ്ടല്ലേ? ആരൊക്കെ? നമ്മുടെ സിഇഒയും അതുപോലെ തന്നെ സാറും ഓക്കെ. അവരും ഇതേമാതിരി എങ്ങനെയെങ്കിലും വല്ല സ്കിൽ കോൺടെസ്റ്റ് ആയിട്ട് പോയതാണോ അതോ അവര് നമ്മുടെ ഗ്രേറ്റ് അച്ചീവ്മെന്റ് ഭാഗമായിട്ട് അബ്രോഡ് ട്രിപ്പ് പോയിരിക്കുകയാണ്? അതും നമ്മുടെ സ്കോഡയുടെ ഈ ഒരു അച്ചീവ്മെന്റിന്റെ ഭാഗം. ലാസ്റ്റ് ഇയർ അച്ചീവ്മെന്റ് അഗെയിൻസ്റ്റ് നമ്മൾ പോയിട്ടുള്ളതാണ്. ഓക്കെ. ഒരു 8 പേര് സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു, AGM ആൻഡ് ബിജു സാർ CEO ആയിരുന്നു അവർ ട്രിപ്പ് പോയത്. ആക്ച്വലി ഞങ്ങൾ നല്ല മിസ് ചെയ്യുന്നുണ്ട്. അവരൊരു പ്രസൻസ് കൂടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നമ്മള് ശരിക്കും പറഞ്ഞപ്പോൾ ഒരു ചായ പേ ചർച്ചയ്ക്ക് വരും ബിജു സാറും അരുൺ സാറും വന്നിട്ട് നമുക്കൊരു ഡിന്നർ പേ ചർച്ച നടത്തില്ലേ? ആനന്ദ് സാർ, എങ്ങനെയാണ് ബിജു സാറിന്റെയും അരുൺ സാറിന്റെ ഒക്കെ സപ്പോർട്ടിനെ സാറ് കാണുന്നത്? ബിജു സാറിന്റെ കാര്യം എടുത്തു പറയേണ്ടതാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനെല്ലാം മുമ്പ് ഇവരൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് നമ്മളൊരു സ്കോഡ അല്ലെങ്കിൽ ഫോക്സ് വാൻ സ്കിൽ കോൺടെസ്റ്റ് നടത്തിയിരുന്നു. അന്ന് ബിജു സാറായിരുന്നു സർവീസ് ഹെഡ് ചെയ്തിരുന്നത്. അത് ഭയങ്കര സപ്പോർട്ടായിരുന്നു സാർ. അന്ന് ഈവൻ അവിടുന്ന് ഒഫീഷ്യൽസ് വരെ ഈ ഫൈനലിസ്റ്റിന് വന്നിട്ടുണ്ടായിരുന്നു. ഈവൻ സ്കോഡയുടെ ആണെങ്കിലും അന്ന് സ്കോഡയുടെ വിൻ ചെയ്തത് എനിക്ക് തോന്നുന്നു വിഷ്ണു ആണ്. നമ്മളിവിടെ നടത്തിയ സ്കോഡ ചലഞ്ചിലും നമ്മൾ ഓർക്കായിരുന്നു. നമ്മുടെ എല്ലാ ബ്രാഞ്ചസിനെയും കോർത്തിണക്കിക്കൊണ്ട് ഒരു പരിപാടിയാണ്, പ്രോഗ്രാമാണ്. അത് നല്ല പരിപാടിയായിരുന്നു. നമ്മുടെ MD ഉൾപ്പെടെയുള്ള എല്ലാവരും നല്ല മാനേജ്മെന്റ് നല്ല സപ്പോർട്ടാണ് അതിന് നൽകിയത്. അപ്പൊ അതിന് ഇപ്പൊ ഈ ഒരു ചർച്ചയിൽ ബിജു സാറിനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ബിജു സാറിനെ അതുപോലെ അരുണയും AGM. അപ്പൊ കാരണം അവരുടെ ഒരു ഭയങ്കര സപ്പോർട്ടാണ് ഇവർക്ക് ഈ ഒരു ഇതിനകത്തേക്ക് നമുക്ക്. കാരണം ഇതിന് മുമ്പ് ഇതിനെ പ്രാപ്തരാക്കിയത് നമ്മൾ കുറെ ചലഞ്ചസ് ഇങ്ങനെ സെറ്റ് ചെയ്താണ്. ഈ പറഞ്ഞ പോലെ നമ്മുടെ എല്ലാ ബ്രാഞ്ചസിനും ട്രെയിനേഴ്സ് ഉണ്ട്. ഈ ട്രെയിനേഴ്സിനെ കണ്ടെത്തി നമുക്ക് ഇതുപോലെ ഒരു ചലഞ്ച് നമുക്ക് ഇന്റേണലി, അതായത് EVM പോലെ ഒരു ഗ്രൂപ്പിൽ വെക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ ബ്രാഞ്ചസിനെയും, അതായത് ഒരു ബ്രാൻഡ് എടുക്കുക, ഫോക്സോൺ എന്ന ബ്രാൻഡിൽ നിന്ന് അല്ലെങ്കിൽ ഫോക്സോൺ അല്ലെങ്കിൽ സ്കോഡയിലെ എല്ലാ ബ്രാഞ്ചസിൽ നിന്നും ആളുകളെ കണ്ടെത്തി 3 ലെവലായി തരംതിരിച്ച് അങ്ങനെ 3 ടെസ്റ്റുകളാക്കി ലാസ്റ്റ് ഫൈനലിസ്റ്റിനെ കണ്ടുപിടിച്ച് അതൊരു ഫംഗ്ഷനായി വെച്ച് അങ്ങനെ ഒരു പരിപാടി നമ്മളിവിടെ കോർഡിനേറ്റ് ചെയ്തിരുന്നു. അതിലും വിൻ ചെയ്തത് വിഷ്ണു ആണ്. മനസ്സിലായി? വിഷ്ണു ശരിക്കും പറഞ്ഞാൽ ഈ വിന്നിങ് ഒരു ശീലമാക്കി ഗ്രേറ്റ്, അടിപൊളി. അഖിൽ സാറേ, ഇനി ഇതേപോലത്തെ ആക്ടിവിറ്റീസ് നമ്മുടെ ഭാഗത്തുനിന്ന് പ്ലാനിങ് ഉണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ വീണ്ടും കുറച്ചുകൂടെ കൂടുതൽ ശക്തിയായിട്ട് തന്നെ ഇപ്പോഴത്തെ ഈ ഒരു ഫൈനൽ റൗണ്ടിൽ എത്തിയത് 2 പേരാണെങ്കിൽ അടുത്ത തവണ അത് വീണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് കൊണ്ടുവരാൻ തന്നെയാണ് നമ്മുടെ നെക്സ്റ്റ് HR സൈഡിൽ നിന്നുള്ള ഫോക്കസ്. ഗ്രേറ്റ്, അടിപൊളി. ഇനി നമ്മുടെ വിന്നർ ആയിട്ടുള്ള ഫസ്റ്റ് റണ്ണർ അപ്പ് അല്ലേ വിഷ്ണു, എങ്ങനെയായിരുന്നു വിഷ്ണു ഇതിന്റെ ഒരു പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നത്? ഈ ഒരു ട്രെയിനിങ്ങും അതുപോലെ തന്നെ വിഷ്ണുവിന്റെ, കാരണം രാവിലെ 9 മണിക്ക് ഷോറൂമിൽ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം 6-7 മണി വരെ നിങ്ങൾക്ക് ഇവിടെ വർക്ക് ഉണ്ടായിരിക്കും അല്ലെ? അപ്പം അതിന്റെ ഇടയിൽ നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് എങ്ങനെ സമയം കണ്ടെത്തി, എങ്ങനെ പഠിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു മാനേജ്മെന്റിനുള്ള സപ്പോർട്ട്? കൂടുതൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു പ്രോസസ്സ് ഫോളോ ചെയ്തിട്ടാണ് വർക്ക് ചെയ്യണത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ആ ഒരു പ്രോസസ്സിൽ തന്നെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആ എക്സാമിന്റെ സമയത്തും ആ ഒരു രീതിയിൽ തന്നെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ അതിൽ ഷോർട്ട് കട്ട് ആ കാര്യങ്ങൾ അതിൽ ചെയ്യണമെങ്കിൽ മാത്രമേ നമുക്ക് ബുദ്ധിമുട്ട് വരുള്ളൂ. അവർ പറയണ പോലെ തന്നെ കറക്റ്റ് ആ സ്കോഡയുടെ എങ്ങനെയാണ് പ്രൊസീജിയർ, ആ പ്രൊസീജിയർ പ്രകാരം കറക്റ്റായിട്ട് വർക്കൗട്ട് ചെയ്ത് പോയെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമായിട്ട് തോന്നും.
അതെ അല്ലേ? വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നൂല. ഓക്കെ. അങ്ങനെ അത് ഒരു കാര്യം. പിന്നെ അതുപോലെ തന്നെ മാനേജ്മെന്റ് സൈഡിൽ നിന്നായാലും നല്ല സപ്പോർട്ടാണ്, എല്ലാവരും നല്ല മോട്ടിവേഷനാണ്. ഇപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞ് നന്നായിട്ട് പഠിക്കണം, ഇമ്പ്രൂവ് ചെയ്യണം, കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നായിരുന്നു. അപ്പൊ അതിനെല്ലാവർക്കും ഭയങ്കര താങ്ക്സ് ഉണ്ട്. സൂപ്പർ സൂപ്പർ. പിന്നെ വിഷ്ണു, എന്തൊക്കെയായിരുന്നു നിങ്ങൾക്ക് ഇതിലുണ്ടായിരുന്ന റൗണ്ടുകൾ എന്ന് പറയുന്നത്? എനിക്കൊരു 5 ടാസ്ക്കാണ് ഉണ്ടായത്. ഓക്കെ. അതിനകത്ത് ഒരു ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ എല്ലാത്തിലും കൂടുതലും ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ. നമുക്ക് ചെയ്യാനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ആകെ 2 കാര്യം മാത്രമേ ചെയ്യാനുണ്ടായുള്ളൂ. ബാക്കിയെല്ലാം ക്വസ്റ്റ്യൻസാ. ഇങ്ങനെ ബേസിക് കാര്യങ്ങൾ തുടങ്ങി ഫുൾ ഇങ്ങനെ കുത്തി കുത്തി ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അതിന് നമ്മള് അവര് മാക്സിമം നിങ്ങളെ ബാക്കിലേക്ക് വലിക്കാനാ ശ്രമിക്കുക, പരമാവധി ക്വസ്റ്റ്യൻ ചോദിക്കുക. പക്ഷെ അവർക്ക് ഉള്ളിലൊരു ആൻസർ വെച്ചിട്ടുണ്ടാവും, ആ ആൻസർ തന്നെ അവർക്ക് കിട്ടണം. ഇപ്പൊ നമ്മള് വേറെ ആൻസർ പറയണെങ്കിലും അവരതിൽ അവരുടെ ഇതിലേതാണോ ആൻസർ അത് കിട്ടണവരെ അവർ ഓരോന്ന് ചോദിച്ചോണ്ടിരിക്കും. പിന്നെ നമുക്ക് സ്ട്രഗിൾ ചെയ്യാൻ പറ്റിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ആണ് പ്രശ്നം. കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ നോർത്ത് ഇന്ത്യൻ സൈഡ് ആയതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവർക്ക് ഹിന്ദിയിലായാലും ബാക്കി ഇംഗ്ലീഷിലായാലും നല്ലോണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. നമുക്ക് ആ മുന്നത്തെ ടെൻഷൻ ഉണ്ടാവും, അപ്പോൾ ഉള്ള ഇംഗ്ലീഷോട് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു സ്ട്രഗിളിങ് ഉണ്ട്. അപ്പൊ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോ എക്സാം എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോ തന്നെ ട്രെയിനേഴ്സ് തന്നെ നമുക്ക് എന്തൊക്കെ മിസ്റ്റേക്ക് ഒന്ന് പറയും. അപ്പൊ അതിനകത്ത് ഒന്നായിരുന്നു കമ്മ്യൂണിക്കേഷൻ. രണ്ടാമത്തെ കാര്യം ബേസിക് കാര്യങ്ങൾ എല്ലാവരും മറന്നു. അപ്പൊ ഫസ്റ്റ് ബേസിക് കാര്യങ്ങൾ എന്ന് വെച്ചാൽ നമ്മുടെ ഫസ്റ്റ് ട്രെയിനിങ്ങിനുള്ള കാര്യങ്ങളൊന്നും പിന്നെ നമ്മള് നോക്കൂല. മനസ്സിലായി. നമ്മള് ചെറിയ കാര്യങ്ങളുള്ളത് മാറ്റി വെക്കും. ഈ ചെറിയ കാര്യമായിരിക്കും ഇതില് എക്സാമിൽ വെച്ച് വെക്കണം. എത്ര വലിയ കാര്യം പഠിച്ചിട്ട് പോയാലും ആ വലിയ കാര്യമൊന്നും ചെയ്യില്ല. എല്ലാം ചോദിക്കണ ചെറിയ ബേസിക് കാര്യങ്ങളാണ് ചോദിക്കുള്ളൂ. ബേസിക് കാര്യങ്ങളാണ് ഒരാളെ തകർക്കാൻ പറ്റുള്ളൂ. മനസ്സിലായി മനസ്സിലായി. അതാണ് അവര് മെയിൻ ആയിട്ട് പറഞ്ഞത്. അപ്പൊ ബേസിക് കാര്യങ്ങൾ ഒരിക്കലും ചെറുതായിട്ട് കാണരുത്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ വിഷ്ണുവിന്റെ ഭാഗത്തുള്ള ഒരു മെസ്സേജ് അല്ലേ? അതാണ് ഇപ്പൊ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് തന്നെ. ബേസിക് കാര്യങ്ങൾ ഒരിക്കലും ബേസിക് ആയിട്ട് കാണരുത്. അതെപ്പോഴും അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണാം. എപ്പോഴും അത് ഇത് ചെയ്യാം. അവരോട് പറഞ്ഞാലേ മെയിൻ ആയിട്ട് കാര്യമുള്ളൂ. ഗ്രേറ്റ്, സൂപ്പർ. എന്തായാലും കൺഗ്രാറ്റുലേഷൻസ് ഫോർ യുവർ അച്ചീവ്മെന്റ്. കാരണം ഇത്രയും വലിയ 1400 ആളുകളുടെ ഇടയിൽ നിന്ന് പല റൗണ്ടുകൾ പിന്നിട്ടിട്ട് ഈ ഒരു പൊസിഷനിൽ എത്തി എന്ന് പറയുന്നതിന് ഗ്രേറ്റ്, ഹാൻഡ്സ് ഓഫ് യു. ദെൻ നമ്മുടെ വിഷ്ണു ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാം. വിഷ്ണു പറഞ്ഞതിൽ വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. കാരണം ഈ പ്രോസസ്സ് എല്ലാ ദിവസവും കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോകുന്നതാണ് വിഷ്ണു പറഞ്ഞത്. പ്രത്യേകിച്ച് യാതൊരു വേറെ അഡീഷണൽ വിഷ്ണുവിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു എഫേർട്ടൊന്നും ഉണ്ടായിട്ടില്ല. കാരണം വിഷ്ണു ഏത് സമയത്തും എപ്പോഴും ഓഡിറ്റബിൾ ആണ്. ആർക്കും ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ഓഡിറ്റ് ചെയ്യാം വിഷ്ണുവിനെ. കാരണം കൃത്യമായിട്ട് പ്രോസസ്സ് ഫോളോ ചെയ്ത് പോകുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ അത് ഇപ്പൊ നമ്മുടെ പേഴ്സണൽ ലൈഫിലാണെങ്കിലും പ്രൊഫഷണൽ ലൈഫിലാണെങ്കിലും ആ ഒരു എന്താ പറയാ ഒരു പ്രോസസ്സ് എങ്ങനെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക എന്ന് പറയുന്ന സംഭവത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് തന്നെ പ്രൂവ് ചെയ്ത് കാണിച്ചത്. ഗ്രേറ്റ്. അതെ, അടിപൊളി. ദെൻ സജിത്ത്, എങ്ങനെയുണ്ടായിരുന്നു ആ വിന്നിംഗ് മൊമെന്റ്? ആദ്യം താങ്ക് യു. അത് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല, അല്ലെ പറഞ്ഞ് എന്താ പറയാ നമുക്ക് പറയാൻ പറ്റാത്തൊരു നിമിഷമാണ് ശരിക്കും പറഞ്ഞാൽ. ആദ്യം എന്താ പറയാ നല്ല ടെൻഷനും കാര്യങ്ങളും കഴിഞ്ഞിട്ട് നമ്മളുടെ പേര് അല്ലെങ്കിൽ ഗ്രൂപ്പിന്റെ പേരോടുകൂടി നമ്മളെ പേര് വിളിച്ച് പറയുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ നമുക്ക് ആരോടും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതിപ്പോ നിതീഷ് സാർ പറഞ്ഞ പോലെ ഫസ്റ്റ് ഫോട്ടോ കാണുമ്പോൾ കിട്ടുന്ന ഒരു നമ്മളെ കണ്ണ് നിറഞ്ഞു പോവുക എന്ന് വെച്ചാൽ ആ ഒരു സന്തോഷം നമുക്ക് പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല ഒരാളോട്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇപ്പൊ എന്നോട് അവിടെ നിന്നിട്ട് എന്തെങ്കിലും സംസാരിക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് സംസാരിക്കാൻ പറ്റും. ഹാർട്ട് ബീറ്റ് അത്ര ഹൈ ആയിരിക്കും, കൈയൊക്കെ വിറച്ച് അങ്ങനത്തെ അത്ര സന്തോഷമുള്ള ഒരു ഫീലിംഗ് ആണ്. നമുക്ക് ഒരാളോട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്ത അത്ര സന്തോഷമാണ് ശരിക്കും. എന്താ ഇതിന്റെ പ്രിപ്പറേഷൻസ് എങ്ങനെയായിരുന്നു സൈറ്റിന്റെ ഭാഗത്തുള്ള പ്രിപ്പറേഷൻസ്? എന്റെ ഭാഗത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോ EVM തുടങ്ങിയപ്പോ തൊട്ട് ഞാൻ ഇവിടെ ഉണ്ട്. എനിക്ക് 5-5 വർഷം തുടങ്ങുവാണ്. അതിന് മുമ്പ് ഞാൻ സ്കോഡിലായിരുന്നു. എനിക്കൊരു 10 വർഷം മുമ്പ് ഓഡിയിൽ ഞാൻ വർക്ക് ചെയ്ത് തുടങ്ങുമ്പോഴാണ് ഇതിനെപ്പറ്റി ഞാൻ അറിയുന്നത്. ഇതിനെപ്പറ്റിയാണ് അവരുടെ ട്വിൻ കപ്പ് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അവിടെ തൊട്ട് അറിഞ്ഞപ്പോൾ ഞാൻ ഏകദേശം സെലക്ട് ആയി. എനിക്ക് പോകാൻ പറ്റുന്ന ഒരു ഇതിലേക്ക് വന്നപ്പോഴാണ് എനിക്ക് അബ്രോഡ് ഓപ്പർച്യൂണിറ്റി. ഞാൻ അങ്ങോട്ട് പോയി. സെയിം ഓഡി തന്നെയായിരുന്നു. അപ്പോൾ എനിക്ക് അവിടെ വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഇതുകൊണ്ടാണ് ഞാൻ അബ്രോഡ് പോയത്. പക്ഷേ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. വീട്ടിൽ ഫാമിലി കുറച്ച് പ്രോബ്ലം ഉണ്ടെങ്കിൽ ഞാൻ തിരിച്ച് പോരേണ്ടി വന്നു. ഇനി ഞാൻ തിരിച്ച് വന്നിട്ട് ഇവിടെ സ്കോഡയിൽ ജോയിൻ ചെയ്തു. അപ്പോഴും ഞാനിത് മനസ്സിൽ ഈ ഒരു എയിം വെച്ചിട്ട് തന്നെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. എനിക്കൊരു ഡ്രീം ആയിരുന്നു എന്ന് തന്നെ പറയാം. ഇങ്ങനെ ഒരു കോൺടെസ്റ്റിൽ പങ്കെടുക്കാന്നല്ല, വിൻ ചെയ്യണം എന്നുള്ളത്.
അങ്ങനെ അതിന് വേണ്ടിയിട്ട് നമ്മൾ ട്രെയിനിങ് ലെവലിൽ ഇപ്പോൾ ബേസിക് തൊട്ട് ബേസിക് അഡ്വാൻസ് വരെ ഞാൻ സർട്ടിഫൈഡ് ആയി, പാർട്സ് മാനേജർ സർട്ടിഫൈഡ് ആയി. അപ്പോൾ അതും ഇതിൻ്റെ കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ ഞാൻ ഒരേ പ്രാവശ്യം റൗണ്ട് എനിക്ക് ഇത് 3ാമത്തെ നാഷണൽ റൗണ്ടാണ് എൻ്റെ. 2 പ്രാവശ്യം പോയിട്ട് എനിക്ക് നേടാൻ പറ്റിയില്ല. പക്ഷേ എന്നാലും ഞാൻ വിട്ട് കളഞ്ഞില്ല. ഞാനത് മൈൻഡിൽ വെച്ചിട്ട് തന്നെ ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, പ്രിപ്പയർ ചെയ്തിരുന്നു. ഈ പ്രാവശ്യം എന്തായാലും ഈ പ്രാവശ്യം ഞാൻ നേടിയില്ലെങ്കിലും ഇത് നിർത്തും എന്നുള്ള പരിപാടിയിലാണ് പോയത്. ഒന്നില്ലെങ്കിൽ നേടും, അല്ലെങ്കിൽ ഞാൻ ഈ പരിപാടി നിർത്തും. അങ്ങനെ തന്നെയാണ്. ഞാൻ നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഹാർഡ് വർക്ക് എൻ്റെ ഹാർഡ് വർക്ക് മാത്രമല്ല, മാനേജ്മെന്റ് ലെവലിലാണെങ്കിലും നല്ല സപ്പോർട്ടാണ്. എനിക്കിപ്പോൾ ഇവിടെ നിന്ന് ബിജു സാറാണെങ്കിലും കാണും. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അവിടെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുമ്പോൾ ബിജു സാർ ഉണ്ടായിരുന്നു. ഞാൻ തോറ്റു കഴിഞ്ഞപ്പോൾ എന്നേലും കൂടുതൽ എനിക്ക് തോന്നുന്നു പുള്ളിക്ക് ഭയങ്കര ഫീലിംഗ് ആയിരുന്നു. ഭയങ്കര ചെറിയൊരു നിസ്സാര മാർക്കിലാണ് ഞാൻ ഔട്ടായി പോയത്. അപ്പോൾ അത് പുള്ളിക്ക് ഭയങ്കര അവരോട് ട്രെയിനേഴ്സ് എനിക്കൊന്ന് അവരോട് പറഞ്ഞു, ചെറിയൊരു ഇതിലാണ് പോയത്. അപ്പോൾ അതുകൊണ്ട് നല്ല വിഷമമായിരുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ മൂമെന്റിൽ ഞാൻ എന്തോരം സങ്കടപ്പെട്ടു. ആ രാത്രി പോലെ തന്നെ ആയിരുന്നു എനിക്ക്. ഞാൻ ഈ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല എന്ന് തന്നെ പറയാം, സങ്കടപ്പെട്ടു. അങ്ങനെ തന്നെയാണ്. ലാസ്റ്റ് ഇയറിലെ കോൺഫറൻസിൽ ഞങ്ങൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ കോൺഫറൻസിൽ ലാസ്റ്റ് ദിവസമായിരുന്നു സ്കിൽ കോൺടെസ്റ്റിന്റെ വിന്നേഴ്സ് അനൗൺസ് ചെയ്തത്. അപ്പൊ അന്ന് ഞങ്ങളെല്ലാം ഈഗർലി വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ തന്നെ വിസാറിന്റെ മുഖത്ത് ആ ഒരു ടെൻഷൻ നമുക്ക് കാണായിരുന്നു. അപ്പം ഞങ്ങൾ ഇന്ത്യയിൽ പറഞ്ഞായിരുന്നു നമുക്കൊരു അവാർഡെങ്കിലും കിട്ടുമായിരിക്കും എന്നൊരു പ്രതീക്ഷയിലായിരുന്നു. പക്ഷെ അത് സൈറ്റ് തന്നെയാണ് പ്രതീക്ഷ. ലാസ്റ്റ് പോയിന്റിൽ പോയെന്നുള്ളപ്പോൾ ഉള്ള ഒരു വിഷമം ശരിക്കും പ്രകടമായ കാര്യമായിരുന്നു. സൈറ്റിനാണെങ്കിൽ തന്നെ വിസാറാണെങ്കിൽ തന്നെ അതിന്റെ ഒരു മധുര പ്രതികാരം എന്ന രീതിയിൽ സജിത് ഇത്തവണ നേടിയെടുത്തു. അതുപോലെ തന്നെ എനിക്ക് ഈ പ്രാവശ്യം ആ സമയത്ത് എനിക്ക് ബിജു സാറോട് വേണമെന്ന് ഭയങ്കര ആഗ്രഹം തന്നെയായിരുന്നു. കാരണം ബിജു സാർ അതുപോലെ എനിക്ക് സപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പൊ എന്റെ ഒരു സന്തോഷത്തിൽ പങ്കുചേരാനായിട്ടും എനിക്കത് പുള്ളിനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടും എനിക്ക് ബിജു സാർ അവിടെ വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പിന്നെ മാനേജ്മെന്റിലാണെങ്കിലും നമുക്ക് പറയുകയാണെങ്കിൽ ഇപ്പൊ ഇങ്ങനൊരു ഫേം സാബ് സാർ ഇങ്ങനൊരു ഫേം തുടങ്ങിക്കൊണ്ടാണ് നമ്മൾ ഇതിൽ വർക്ക് ചെയ്യാനും ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ സാറിന് വളരെ വലിയൊരു താങ്ക്സ് ഉണ്ട്. പിന്നെ താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാവരും, ബിജു സാറാണെങ്കിലും അരുൺ സാറാണെങ്കിലും എല്ലാവരും, HR ടീം ആണെങ്കിലും എല്ലാവരും, ട്രെയിനേഴ്സും പിന്നെ നമ്മുടെ ഫ്ലോർ ടീം ആണെങ്കിലും എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. ഇപ്പൊ ഞാൻ ജോലിയുടെ ഇടയ്ക്കും ക്യാമ്പ് കിട്ടുമ്പോൾ പഠിക്കാറുണ്ട്. അപ്പോൾ അരുൺ സാർ വന്നിട്ട് എന്തെങ്കിലും റിപ്പോർട്ടും കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. സാറേ ഞാൻ പഠിക്കുവാന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, നീ അത് കഴിഞ്ഞിട്ട് ചെയ്തു തന്നാൽ മതി. അങ്ങനെ ഒരു ഇതാണ് എനിക്ക് തരാറുള്ളത്. എന്നെ പ്രഷർ ചെയ്യാറില്ലായിരുന്നു. എനിക്ക് പഠിക്കാറുള്ള ടൈം എന്ന് വെച്ചാൽ ഇവരുടെ പോലെയല്ല. എനിക്ക് കുറെ റെഫർ ചെയ്യാൻ എന്ന് വെച്ചാൽ ടെക്നിക്കൽ അല്ലാത്തതാണ്. എനിക്ക് ഒരുപാട് പഠിക്കണം. പുസ്തകങ്ങളുണ്ട്, അല്ലാതെ പിന്നെ ലിങ്ക് കാര്യങ്ങളായിട്ട് എനിക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പൊ ഫുൾ ടൈം പിന്നെ ഞാൻ കല്യാണം കഴിച്ച് കുട്ടിയും ഭാര്യയൊക്കെ വീട്ടിൽ ചെന്ന ഫുൾ ടൈം എനിക്ക് എൻഗേജ് ആയിട്ട് പഠിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ കൂടുതൽ സമയം ഇവിടെ കണ്ടെത്തുമായിരുന്നു. ഫാമിലി അതുപോലെ തന്നെ സപ്പോർട്ടീവ് ആയിരുന്നില്ല. ഞാൻ പറഞ്ഞ എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. പക്ഷെ മാനേജ്മെന്റ് ഇസ് ദ ബെസ്റ്റ്, പറയാനില്ല. എല്ലാ കാര്യത്തിലും സപ്പോർട്ടായിരുന്നു. എന്തൊക്കെയാ റൗണ്ടുകൾ? ഇപ്പം വിഷ്ണു പറഞ്ഞു, വിഷ്ണുവിന്റെ റൗണ്ട് പറഞ്ഞു. അഖിലിന് എന്തൊക്കെയാ, സോറി സജിത്തിന് എന്തൊക്കെയായിരുന്നു? എനിക്ക് വരുന്നത് 6 റൗണ്ടിലായിരുന്നു എക്സാം വരുന്നത്. ഒന്ന് പാർട്സ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ടായിരുന്നു, പിന്നെ വെയർ ഹൗസ് മാനേജ്മെന്റ്, ആക്സറീസ്, പിന്നെ ഒരു കസ്റ്റമർ കമ്മ്യൂണിക്കേഷൻ, പിന്നെ ഒരു ടെക്നോളജി, എഡ്ക. ഈ 6 കാറ്റഗറിയിലായിരുന്നു എക്സാം വരുന്നത്. അതിൽ 2 കാറ്റഗറി നമ്മൾ ഫേസ് ടു ഫേസ് ആയിരുന്നു. ബാക്കി 4 റിട്ടേണും കുറച്ച് മാത്സും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിൽ ഈ ഫേസ് ടു ഫേസ് ആണ് ഇപ്പോൾ വിഷ്ണു പറഞ്ഞ പോലെ നമ്മൾക്ക് കൂടുതൽ ഇത് വരുന്നത്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ലാംഗ്വേജ് പ്രോബ്ലം ആണെങ്കിൽ പോലും സംസാരിക്കാൻ ഹിന്ദി ഇംഗ്ലീഷ് അത് വിഷയമില്ല. പക്ഷെ എനിക്ക് സ്റ്റേജ് ഫിയർ കുറച്ച് ഇതാണ്. അപ്പോൾ അതിനെ ഓവർകം ചെയ്യുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ, ഇപ്പം ഞാൻ എന്തോരം പഠിച്ചിട്ട് പോയാലും എൻ്റെ ഏറ്റവും വലിയ ഇതൊന്നും ടാസ്ക് എന്ന് പറഞ്ഞാൽ സ്റ്റേജ് ഫീവർ എങ്ങനെ ഓവർകം ചെയ്തു. അത് കഴിഞ്ഞാൽ തന്നെ ഞാൻ പകുതി ജയിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അത് നമുക്ക് അവിടെ നിന്ന് ട്രെയിനറിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും നോർമലി പറയുകയാണെങ്കിൽ അവർ നോർത്ത് സൈഡിലേക്ക് കുറെ സപ്പോർട്ട് കൊടുക്കും. അവരങ്ങനെയാണ്. അവർക്ക് എല്ലാവരും ലാംഗ്വേജ് കാരണം അവർക്ക് ഹിന്ദി ഇംഗ്ലീഷും ഭയങ്കര അവർ നോർമലി സംസാരിക്കണം. അങ്ങനെ ഏതാണ് അവർക്ക് നമ്മൾ മലയാളത്തിൽ നിന്ന് അങ്ങോട്ട് വരുമ്പോൾ നമ്മൾക്കൊരു പേടി എന്ന് വെച്ചാൽ തെറ്റിപ്പോവോ, കറക്റ്റ് ആയിരിക്കും, ആ ഒരു ചിന്ത വെച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ അത് ട്രെയിനേഴ്സ് പറയും, നീ ഒന്ന് ബ്രീത്ത് ചെയ്യുക, ഒന്ന് റിലാക്സ് ആയിട്ട് സംസാരിച്ചാൽ മതി. കസ്റ്റമർ ശരിക്കും പറഞ്ഞാൽ ഞങ്ങള് പാർട്സ് മാനേജേഴ്സ് കസ്റ്റമറായിട്ട് സംസാരിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ഇൻസിഡന്റ് ഉണ്ടായത് മനസ്സിൽ വെച്ചിട്ടാണ് ഞാൻ ഒരു കസ്റ്റമർ വന്നിട്ട് കുറച്ച് സീൻ നിതിൻ സാറ് ഡീൽ ചെയ്യണ ഞാൻ കണ്ടിരുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു ടോപ്പിക്കായിരുന്നു എനിക്ക് കിട്ടിയത്. കംപ്ലൈന്റ് എങ്ങനെ ഓവർകം ചെയ്യാന്നുള്ള ഇതായിരുന്നു. അപ്പൊ അത് വെച്ചിട്ട് എനിക്ക് നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റി എന്നാണ് എന്റെ വിശ്വാസം. അങ്ങനെയുള്ള ടാസ്കുകളായിരുന്നു എനിക്ക് വന്നത്. പറഞ്ഞ പോലെ തന്നെ നമ്മള് ഒരു ചെറിയ കാര്യം പോലും വിട്ട് കളയാതിരിക്കുക. ഒന്നും ചെറുതല്ല, എല്ലാം വലുത് തന്നെയാണ്. അത് നമുക്ക് ഇങ്ങനെയുള്ള ഒരു കോമ്പറ്റീഷനിൽ പോകുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ. നമ്മളൊരു മുട്ടുസൂചിയാണെന്ന് പറഞ്ഞത് കളഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ അവിടെ അതിന് സ്വർണ്ണപ്പേനയുടെ വിലയാടിക്കുന്ന പറഞ്ഞ പോലെ അവസ്ഥയാണ്. അതാണ് എപ്പോഴും എനിക്ക് പറയാനുള്ളത്. ഗ്രേറ്റ്, സൂപ്പർ.
നമ്മുടെ ഈ സ്കിൽ കോൺടെസ്റ്റിൽ വിജയിച്ച് വന്നിട്ടുള്ള സജിത്തിന്റെയും വിഷ്ണുവിന്റെയും അതുപോലെ തന്നെ അഖിൽ സാറിന്റെയും ആനന്ദ് സാറിന്റെയും എല്ലാവരുടെയും വാക്കുകൾ നമ്മൾ കേട്ടു. EVM ഗ്രൂപ്പ് ഇങ്ങനെയാണ്. EVMൽ വർക്ക് ചെയ്യുന്ന എല്ലാ എംപ്ലോയീസിനും അവർക്ക് ഉയർന്നു വരാനും അവരുടെ കരിയർ വളരെ മനോഹരമായി കൊണ്ടുപോകാനുള്ള ചാൻസ് EVM ഗ്രൂപ്പ് എന്നും കൊടുക്കുന്നുണ്ട്. ഫ്യൂച്ചർ ഈസ് അവർ ബിസിനസ് എന്ന് പറയുന്ന പോലെ എംപ്ലോയീസ് അവർ സ്ട്രെങ്ത് എന്നും EVM എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അർജുൻ അരവിന്ദൻ സൈനിങ് ഓഫ്.